ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ദിവസമാണ് വ്ളോഗ്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ഒന്ന് ബീച്ചിൽ പോകാമെന്ന് കരുതി. കുറേ ദിവസം കൊണ്ടേ മോള് പറയുന്നുണ്ട്, അമ്മ നമുക്ക് ബീച്ചിൽ പോകണം, മണലിൽ കളിക്കണമെന്നൊക്കെ. എന്നാൽ പിന്നെ ഇന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 4:30 ആയിട്ടുണ്ടാവും കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടപ്പോഴത്തേന്. സൺസെറ്റൊക്കെ കാണാമെന്നും പറഞ്ഞ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. കുറച്ച് ബുദ്ധിമുട്ട്, ഇവർ ഉറങ്ങിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വന്നപ്പോഴത്തേനാണ് റെയിൽവേ ക്രോസ് അടഞ്ഞു കിടന്നിയായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു വഴി കൂടെ കറങ്ങി ചുറ്റി ഞങ്ങൾ വന്നത്. വണ്ടി അവിടെ എത്തിയപ്പോഴത്തേനും പകുതി എത്തിയപ്പോഴത്തേനും ഇളയ ആൾ ഉറങ്ങിക്കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ വലിയ റിസ്ക് ഒന്നും ഇല്ലായിരുന്നു. ഇനി ഞങ്ങൾക്ക് വണ്ടി എണ്ണ അടിക്കാനായിട്ട് പമ്പിൽ കയറണം. അപ്പോഴത്തേന് വിളി എടുത്ത് നേരെ കിടത്താമെന്ന് കരുതി. അല്ലാതെ അപ്പുറ വണ്ടി വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റുന്ന കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി പോവുകയാണ്. ഇപ്പം ഞങ്ങൾ കൊല്ലം ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേനും നല്ല ആളുണ്ടായിരുന്നു. ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് പൊതുവേ അല്ലെങ്കിൽ നല്ല തിരക്കുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ സൺഡേയും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയേ വേണ്ട, നല്ല തിരക്കായിരുന്നു. വണ്ടിയൊന്നും വയ്ക്കാൻ സ്ഥലമേ ഉണ്ടായിരുന്നില്ല. പിന്നെ ദാണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് നേരത്തെ സ്ഥലമൊക്കെ പിടിച്ച് സൺസെറ്റൊക്കെ കണ്ട് കുറേ പേര് പോവുകയും ചെയ്തു. ഞങ്ങളത് കാണാമെന്ന് കരുതി വന്നപ്പോഴത്തേനും സൺസെറ്റൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ അവിടെ പട്ടമൊക്കെ പറത്തുന്നുണ്ട്. കുട്ടികളൊക്കെ ഇരുന്ന് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇരുന്ന് പട്ടം പറത്തി. ഓരോരുത്തർ ഫാമിലിയായിട്ടൊക്കെ വരുന്നവരുണ്ട്. വീട്ടിലെല്ലാവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ചിരിക്കുമ്പോഴത്തേനും നല്ല രസമാണ് കേട്ടോ അത് കാണാൻ. നമുക്ക് എല്ലാവരും കൂടെയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ നല്ല രസമാണ് കളിക്കാനും എടുക്കാനും ഒക്കെ ആയാൽ. പിന്നെ അങ്ങനെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഞങ്ങൾ ദാണ്ടെ കടലിൻ്റെ സൈഡിലോട്ട് പോവുമായിരുന്നു. പിന്നെ വണ്ടിയിലിരുന്ന് 2 പേര് നല്ല ഉറക്കമായിരുന്നു. മോള് ഫ്രണ്ടിലായിരുന്നു നിന്നത്. പിന്നെ അവളെ പിടിച്ച് പുറകിലൊക്കെ എൻ്റെ അടുത്ത് ഇരുന്ന് 2 പേരും ഉറങ്ങിയായിരുന്നു. പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു 2 പേരെയും കൂടെ. അങ്ങനെ അതുകൊണ്ട് പിന്നെ എല്ലാവരും ജോലിക്ക് പോകുന്നവരും അല്ലാത്തവരും എല്ലാവരും വന്ന് ഒത്തുകൂടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ബീച്ചെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ തന്നെയാണ് കേട്ടോ. നമുക്കിപ്പം അങ്ങനെ ഒന്നും ഓർത്തിരിക്കാനോ ഒന്നും പറ്റില്ല. ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കപ്പലണ്ടിയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ നല്ല സ്ഥലം തന്നെയാണ് അത്. അങ്ങനെ പിന്നെ കുറേ നേരം ഇങ്ങനെ തിരമാലയിൽ ഇങ്ങനെ കളിച്ചു. അവൾ കണ്ട മാറ്റി നിർത്തിയിരിക്കുകയാണ് അവളെ. കൈവിട്ട് എപ്പോഴും അങ്ങോട്ട് ഓടി പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് കൊണ്ടുപോയി നിന്നില്ല അവളെ. പിന്നെ പറയുന്ന പോലെയൊക്കെ കേട്ട് നിന്ന്. അങ്ങോട്ട് പോകണമെന്ന് അങ്ങനെ വാശി പിടിച്ചതോ എടുത്തൊന്നുമില്ല. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നല്ല തിരക്കാണ്. അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയതേ ഇല്ല. പോയി കഴിഞ്ഞാൽ ഒരുപാട് കച്ചവട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ സ്ഥലത്തേക്കൊന്നും പോയില്ല. അതാണ്ട് ഇവിടെ ഒരാളാണെന്നുകൊണ്ട് എനിക്കിതൊന്നും ബാധകമല്ലേ എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഉറക്കം ഒഴിഞ്ഞതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക്. ഉറക്കം തെളിയാത്തതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മണ്ണിലോട്ട് അവൾ ഇറങ്ങിയതേ ഇല്ല. കയ്യിൽ തന്നെയാണ് ഇരുന്നത്. എന്തായാലും ഞങ്ങൾ പിന്നെ കുറച്ച് നേരവും കൂടെ വെള്ളത്തിൽ മോളുമായിട്ട് നിന്ന് കളിച്ചു. പിന്നെ അധികം നേരം നിന്നില്ല. ഇപ്പം തന്നെ ഒരു സമയം 7 മണി ആയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി നേരം ഇവിടെ നിന്ന് കളിക്കട്ടെ എന്ന് കരുതി. പിന്നെ ഞങ്ങൾ അധിക സമയമൊന്നും അവിടെ ചിലവഴിച്ചില്ല. പിന്നെ ഞങ്ങൾക്ക് കടയിലൊക്കെ ഒന്ന് കയറണമായിരുന്നു. അപ്പം ഞങ്ങൾ കേരളവരത്തടെ വിശാൽ മാർട്ടിലോട്ടാണ് വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ബേബി ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് അപ്പം തന്നെ ചാടി തറയിലോട്ട് ഇറങ്ങിയിട്ട് അങ്ങ് തുടങ്ങി. കൈ പിടിക്കാൻ ചെല്ലുമ്പോഴത്തേനും പെട്ടെന്ന് തറയിൽ കിടന്ന് ഉരുളുമായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം അവിടെ നിന്ന് കുരുത്തക്കടക കാണിച്ച് പിന്നെ കൂടെ ഓടി, ഞാനും ഓടി. അങ്ങനെ കുറച്ച് നേരം അവിടെ നമ്മൾ ചിലവഴിച്ചായിരുന്നു. അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡയപ്പറൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ഡയപ്പർ നല്ല ഓഫറിനുണ്ടായിരുന്നു. അപ്പം ഞാൻ മേടിച്ച ഡയപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഹിപ്പോയുടെ
ഡയപ്പറാണ്. അപ്പോൾ അതിനന്നുള്ള ഓഫർ വന്നിട്ട് 332 രൂപയാണ് അതിൻ്റെ യഥാർത്ഥ പ്രൈസ്. ഓഫർ വന്നിട്ട് 199 രൂപയ്ക്ക് 52 പാഡ്സാണ് വന്നിട്ടുള്ളത് അതിനകത്ത്. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങിച്ചു. പിന്നെ കുറേ ടവലും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കി എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ബില്ലടിക്കാനായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ലിഫ്റ്റിലോട്ട് കയറി. ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നപ്പോഴത്തേക്കിനാണെങ്കിൽ കുറേ ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഓഫർ പ്രൈസിനതൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളതും വാങ്ങിച്ച് ബില്ലൊക്കെ ഇട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് വിട്ടത്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.